കൈകളിൽ എന്നെ നൽകുന്നു. നിൻ ചിറകിൻ്റെ കീഴിലായെന്നെ നിത്യവും കാത്തുകൊള്ളേണേ. ദൈവമേ, അങ്ങേ സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു. നിൻ ചിറകിൻ്റെ കീഴിലായെന്നെ നിത്യവും കാത്തുകൊള്ളേണേ. നിന്റെ തൂമുഖം കാണുവാനെന്ന് എന്നെ അങ്ങു വിളിക്കുകിൽ. പുഞ്ചിരിച്ചു കൊണ്ടങ്ങേ സന്നിധി പോകുവാൻ കൃപയേകണേ. നിന്റെ തൂമുഖം കാണുവാനെന്ന് എന്നെ അങ്ങു വിളിക്കുകിൽ. പുഞ്ചിരിച്ചു കൊണ്ടങ്ങേ സന്നിധി പോകുവാൻ കൃപയേകണേ. ദൈവമേ, അങ്ങേ സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു. നിൻ ചിറകിൻ്റെ കീഴിലായെന്നെ നിത്യവും കാത്തുകൊള്ളേണേ. മറ്റൊരു ദിനം നിൻ മഹിമകൾ പാടുവാനങ്ങു നൽകുകിൽ. വിശ്രമം തന്നു, സൗഖ്യവും തന്നു, ശക്തിയും തന്നരുളേണം. മറ്റൊരു ദിനം നിൻ മഹിമകൾ പാടുവാനങ്ങു നൽകുകിൽ. വിശ്രമം തന്നു, സൗഖ്യവും തന്നു, ശക്തിയും തന്നരുളേണം. ദൈവമേ, അങ്ങേ സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു. നിൻ ചിറകിൻ്റെ കീഴിലായെന്നെ നിത്യവും കാത്തുകൊള്ളേണേ. കർത്താവേ, സ്തോത്രത്തോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കണ്ണീരിലും അങ്ങേ കാരുണ്യം തേടുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിനു സ്തുതി. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ, ഇനി കാണില്ല പ്രിയ
യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ പിരിയാം ഇപ്പോൾ കാണാം അവിടെ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ പിന്നിൽ മനസാലുപേക്ഷിച്ച്. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു. എൻ കുറവുകളേതുമേ സഹിച്ചു. എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു. എൻ കുറവുകളേതുമേ സഹിച്ചു. ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു പ്രിയരേ. ഇനി മാപ്പു നൽകണേ.
ഞാൻ മൂലം നിങ്ങൾ നൊന്തോർക്കുന്നു. പ്രിയരേ, ഇനി മാപ്പു നൽകണേ. പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ, പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ, രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, എന്നെയോർത്തങ്ങ് നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ, എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. എൻ
ബന്ധുക്കളെ, എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. ഇന്നോളമീ വീടിനുള്ളിൽ നമ്മൾ ഏകമാനസരായി സ്നേഹിച്ചില്ലേ? ഇന്നോളമീ വീടിനുള്ളിൽ നമ്മൾ ഏകമാനസരായി സ്നേഹിച്ചില്ലേ? ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ? പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ. ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ? പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ. പ്രിയമോടെന്നെ ഓർത്തിടണമേ, പ്രിയമോടെന്നെ ഓർത്തിടണമേ. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ, ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ, യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര
യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞ് സന്താപമെങ്ങും നിറഞ്ഞ് ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. അസ്വസ്ഥരാകേണ്ട നിങ്ങൾ വിശ്വാസദീപം തെളിപ്പിൻ. ഒട്ടേറെയുണ്ടെൻ പിതാവിൻ ഗേഹത്തു പൂമന്ദിരങ്ങൾ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. നിങ്ങൾക്കിടം ചെന്നൊരുക്കാൻ പോകുന്നു ഞാനങ്ങു വിണ്ണിൽ. വീണ്ടും വരും ഞാനൊരിക്കൽ നിങ്ങളെ പൂവിണ്ണിലേറ്റാൻ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. ഞാനാണു നിങ്ങൾക്കു മാർഗം, നേരായ കൈവല്യമാർഗം. ഞാനാണു നിങ്ങൾക്കു ജീവൻ, ഞാനാണു നിങ്ങൾക്കു സത്യം. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. മറ്റുള്ള മാർഗങ്ങളൊന്നും സ്വർഗത്തു ചെന്നെത്തുകില്ല. ഞാനാണു നിങ്ങൾക്കു മാർഗം, നേരായ കൈവല്യമാർഗം. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു.
കാണില്ലൊരൽപ്പം കഴിഞ്ഞാൽ കാണില്ല വീണ്ടെന്നെ ലോകം. നിങ്ങളോ കണ്ടിടും നമ്മൾ ജീവിച്ചിരിക്കുന്നുവല്ലോ. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. ആശ്രയിക്കുകയും ചെയ്യുന്നു. എന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാളുടെ ദാസിനെ ആശ്രയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുമായ സർവേശ്വരാ, എന്റെ കർത്താവേ നിന്നെ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമ വിധാനി കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ നല്ല വരത്തു വലം ഭാഗേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. അവരാന്തികങ്ങൾ പാടും ഹൃദയരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാമം ദിവ്യ ശരീരവും അറിവോടെ ജീവൻ നൽകി മഹോന്നതമാ തെളിവായി എന്നോട് നാഥാനിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. നിന്റെ കരുണകളെ അനുഗമിക്കുകയും മഹനീയമായ നിന്റെ ദൂതത്തിനെ അനുഗ്രഹം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. ഉന്നതനാം വിശുദ്ധാനാഥ മൃതരെല്ലാരും നിന്നെ വിളങ്ങും വദനമുണരാൻ വരമരുവേണം. വിജയപ്രഭയിൽ പിണ്ടലമെന്നും പൊങ്ങി മുഴുവരെല്ലാരും മിന്നി മുഴത്തോരവിഹരമോഹം ബുധരാമൃതരേ മഹിമാവൊഴുകും മണവറയെങ്കിൽ ചേർത്തുണീശോ. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കാത്തിരിക്കുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സ്വർഗ്ഗത്തിന്റെയും നാഥനും ദൈവമായ വാതിലുകളും തുറക്കപ്പെടുകയും മനുഷ്യരക്ഷകരായ കപടത്തിൽ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്നു. രക്ഷാകരമായ ഒരു ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാനുഭവത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന
സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിളിക്കുകയും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരത്തു വരം ഭാഗി. കർത്താവിൽ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു. വഹിക്കണമേ നിൻ കൃപയാലെ മാമോദീസ വഴിയങ്ങി സുരരാമവരമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും ശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വൈദികരിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനെ അനുഗമിക്കുകയും ദയാധികം പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജ്ഞാനം പുഴയിൽ നിന്നും മൃതരുണരുന്നു. നിത്യവിരുന്നിൻ പുലരി വരുന്നു. മനുഷ്യനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ. ഗുരുമോഹനമാ പുലരിയിൽ നാഥ പൂങ്കതിരണയും സുഹൃതികളോടെ നാഗം ചേരാൻ വരമരുളേണം. കർത്താവേ അകാലത്ത് ഞാൻ വിളിക്കുന്നു. ശബ്ദം കേൾക്കണമേ. എന്റെ പ്രതീക്ഷ നിന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ ഞാൻ കാത്തിരിക്കുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ പാവങ്ങളെല്ലാം അവനിരുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ പ്രിയപ്പെട്ട ഈ സഹോദരനെയും നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞാൻ പ്രാർത്ഥിക്കും. നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നടത്തണമേ. നല്ല പുറത്തു വരമ്പാകേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്ഥാനം രക്ഷയും ഉയരും നൽകുന്നു.
ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസും. അവന്റെ കീർത്തനങ്ങൾ പാടും ഹൃദയങ്ങളുടെ പാപങ്ങൾ വായിക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാമവര് നോക്കണമേ. ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമുടെ ദാസ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാനോകവറാകാം ഇസഹാക്കിയാക്കും മകിതാചേർതൻ ഹരിഭാവനമാം ബലികൾ പോലെ കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമുടെ ദാസ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായ നിലകുറിച്ചിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ ലോകം കൊണ്ടുവരുവാനുമേ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷരായി കബറുടങ്ങൾ തീർക്കുകയും ദുഷ്ടയായ നീതിമാന്മാരിൽ വേർതിരിക്കപ്പെടുന്ന ഭയാനകമായ ഒരു ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുപ്പുകളായ ലോകാരത്തിനെ സജ്ജമാക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ പ്രിയപ്രതാവിനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിനും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമവും ഞങ്ങളുടെ രാജ്യമരണമേ, ഞങ്ങളുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്ന് വേണ്ടിയ ആഹാരം നിങ്ങൾ തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നതിനോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനപ്പെടുത്തരുതേ, നീ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവിനോടെ നമ്മുടെ കൃത്യം പരമാവധി ഈശോ അനുഗ്രഹിക്കപ്പെടാകുന്നു. പരിശുദ്ധ പറയുകയും നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് അപേക്ഷിക്കണമേ. അതിലെ പോലെ ആത്മാക്കളുടെ തമ്പ്രാന്റെ മരണത്താൽ മോഷണം ചെയ്യാൻ എന്നുണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമഭൂതമാണ്, ഞങ്ങളുടെ രാജ്യമരണമേ, ഞങ്ങളുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ആഹാരം നിങ്ങൾ തരണമേ. ഞങ്ങൾ തെറ്റിയുന്നതോടെ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവിനുടെ ദൈവങ്ങളുടെ പ്രമാണം ഈശോ അനുഗ്രഹിക്കപ്പെടാകുന്നു. പരിശുദ്ധ പറയുമേ അമ്മയെ പാവുള്ള നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തൊന്നും അപേക്ഷിക്കണമേ. അതിലെ പോലെ ആത്മാക്കളുടെ തമ്പ്രാന്റെ മരണത്താൽ മോട്ടത്തിരാനുണ്ടായിരിക്കട്ടെ. തിരിച്ചറിയുണ്ടായിരിക്കണമേ. ഞങ്ങളുടെ നാമവിധമാണ്, ഞങ്ങളുടെ രാജ്യമരണമേ, ഞങ്ങളുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. വേണ്ടി ആഹാരം നിങ്ങൾ തരണമേ. ഞങ്ങളുടെ തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധ പറയുമേ പാവുള്ള നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തൊന്നും അപേക്ഷിക്കണമേ. അതിലെ പോലെ ആത്മാക്കൾക്ക് തമ്പ്രാന്റെ മരണത്താൽ മോഷിച്ചിട്ട് അനുണ്ടായിരിക്കട്ടെ. തിരിച്ചറിയുണ്ടായിരിക്കണമേ. പ്രിയമുള്ളവരെ, മണ്ഡലേ ചാക്കോപ്പാപ്പൻ്റെ ദേവവിയോഗത്തിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുവാനും സ്പന്ദനപ്പെടുത്തുവാനും പാപ്പൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരു നല്ല യാത്രയിൽ കൂടുവാനുമായി നമ്മോട് വന്നിരിക്കുകയാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം യേശുക്രിസ്തുവിൽ സഹകരിക്കും. അനുതപിക്കുന്ന പാപികളെ സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമായി പരിനിധിയെ ആശീർവദിക്കണമേ. ഈ ജലത്താത്തന്റെയും ഞങ്ങളെയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ചന്ദ്രത്തിലെ വെഞ്ചരിപ്പ്
സർവ്വദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദ്രത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. നിങ്ങൾ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആവശ്യമായ ആഹാരം കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരണത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിലെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വായിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ ഓടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ കരുണ ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. ആർക്കു വേണ്ടിയാണെന്ന് അവനറിയുന്നില്ല. കർത്താവേ, നീയില്ലാതെ ആരെനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ നമ്മളെ പേരാക്കുകയും ദയാധികത്താൽ ഉയർപ്പിക്കുന്ന കർത്താവെ അങ്ങനെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ നീ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ആഴവും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസന് വരമെന്നരുളേണം. കർത്താവ് വലിയവന് സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൻ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനത്തിൽ കർത്താവ് വിശ്വസ്തനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായി എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യന മർത്യത പുണരുന്നു.
കർത്താവേ വാഴ്ത്തി പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരുത്തു വലം പാകെ നൽകണമേ നിത്യായുസിൻ പരമോന്നതമാ പരിവേഷം. എന്റെ സഹോദരി വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വാക്യങ്ങൾ ഗുരുവാശ്രമിച്ചാലും. എന്റെ സഹോദരി, മറ്റവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവർ പറയും നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരുടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിക്കുകയും. കർത്താവേ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഭർത്താവിശ്വയുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ബഹുമാനപ്പെട്ട വൈദികരെ, ഞങ്ങളുടെ സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, നമ്മുടെ ഇടയിലാവുന്ന കുടുംബത്തിൽ നിന്ന് നമ്മോട് യാത്ര ചോദിച്ച് പിതാവിൻ്റെ പക്കലേക്ക് യാത്രയാകുന്ന മണ്ണിലേലെ ചാക്കോബാബന് നല്ല ഒരു യാത്രയപ്പ് കൊടുക്കാൻ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളിവിടെ ആയിരിക്കുന്നു. ഈ പാപ്പൻ്റെ മരണത്തിൽ സങ്കടപ്പെടുന്ന ദുഃഖാർത്തരായ അമ്മാമയ്ക്കും അതുപോലെ മക്കൾക്കും മരുമകൾക്കും കൊച്ചുമക്കൾക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും അനുശോചനം അറിയിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളോടൊപ്പമുണ്ട്. ഏതാണ്ട് 86 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. മാതാപിതാക്കന്മാർക്ക് ഉണ്ടായ കുഞ്ഞിന് ആദ്യക്ഷരം ചൊല്ലിക്കൊടുത്ത വിശ്വാസത്തിൽ വളർത്തിയെടുത്ത അന്തസ്സിൽ കുടുംബത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ജീവിത പങ്കാളിയിൽ കുഞ്ഞുങ്ങളുണ്ടായി. ആ കുഞ്ഞുങ്ങളെല്ലാം വളർത്തിയെടുത്തു. ഒരു കുഞ്ഞ് ജോലി ഉണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങൾക്ക് അന്ന് വേണ്ടി അപ്പം കൊടുക്കുവാനും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാനും തക്കാന്തത്തിൽ പ്രവേശിക്കുവാനും ഒക്കെയുള്ള കൃഷിയോട് ചേർന്ന ഒരു കുഞ്ഞ് ജോലിയും ഉണ്ടായിരുന്നു. ഈ അവസരത്തിൽ ഈ സഭയിൽ നിന്ന് വേറെ പിരിയുമ്പോൾ കത്തോലിക്കാ സഭയ്ക്കും സുറ മലബാർ സഭയ്ക്കും കോട്ടയം അതിരൂപതയ്ക്കും
എടുത്തെടുത്ത് പ്രധാനായിരിക്കും ഈ അടുത്തേക്കും ചെയ്തതായ നന്മകളെ ഓർത്ത് നമുക്ക് തമ്പുരാൻ നന്ദി പറയുകയാണ്. മരണം ഒരു മടക്ക യാത്രയാണല്ലോ. ആര് ജീവൻ തന്നോ ആ ജീവൻ തന്നവൻ്റെ അടുത്തേക്ക് യാത്ര പോകുന്നു. ഈ പാപ്പന് ഇവിടെയായിരുന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ജീവിത പങ്കാളിക്കും മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും ഈ ദേശത്തിലെ എല്ലാവർക്കും നല്ല മാതൃക തന്നിട്ടുണ്ട്. ഞാൻ വികാരിയായിട്ട് വന്ന് 6 മാസമേ ആയിട്ടുള്ളൂ. 3-4 പ്രാവശ്യം ഇവിടെ വരാനിടയായപ്പോഴൊക്കെ ഒരു നല്ല സ്നേഹമുള്ള അപ്പാപ്പൻ, വളരെ ശാന്തനായ ഒരു മനുഷ്യൻ, സംസാരത്തിലും പ്രതികരണങ്ങളിലൊക്കെയും സഭയെ സ്നേഹിക്കുകയും സഭാമക്കളെ വൈദികരെയൊക്കെ പ്രത്യേകമായിട്ട് സ്നേഹിക്കുകയും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എനിക്ക് പാപ്പിൽ കാണാനായിട്ട് സാധിച്ചത്. അതിനുശേഷം പള്ളിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. ബുദ്ധിമുട്ടോളം പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവസാനമായിട്ട് അമ്മച്ചിക്ക് കുർബാന കൊടുക്കാൻ സംസാരിപ്പിച്ച് കുർബാന കൊടുക്കാനായിട്ട് വന്നപ്പോൾ പാപ്പൻ കുർബാന സ്വീകരിക്കുകയുണ്ടായി. ജീവിത പങ്കാളിയുടെ ബുദ്ധിമുട്ടുകളുടെ പ്രയാസങ്ങളിലൊക്കെയും ജീവിത പങ്കാളിയെ സ്വാതന്ത്ര്യപ്പെടുത്തി രണ്ടുപേരും ഒന്നിച്ച് ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെയും പങ്കുവെച്ച് അവർ ഒന്നിച്ച് ഒരു മുറിയിൽ കഴിഞ്ഞിരുന്നു. ഭർത്താവ് യാത്രയാകുമ്പോൾ തീർച്ചയായിട്ടും ഭാര്യയ്ക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. മക്കളും മരുമക്കളും ഒക്കെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ജീവിത പങ്കാളി യാത്രയാകുമ്പോഴൊക്കെയും അത് വലിയൊരു സങ്കടം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ വീടുകളിലൊക്കെയും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെയും വേർപിരിഞ്ഞ അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടല്ലോ. എൻ്റെ ചാച്ചനും മരിച്ചിട്ട് 2 വർഷമാകാൻ പോകുന്നു. അപ്പോൾ ചാച്ചന് മരിച്ചതിന് ശേഷം അമ്മയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ, മക്കൾ 8-10 പേരുണ്ടെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. തീർച്ചയായിട്ടും പ്രിയ അമ്മച്ചി അച്ചാച്ചൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുക. എപ്പോഴും ആ മുറിയിൽ അച്ചാച്ചൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് അമ്മച്ചി വിശ്വസിക്കുക. അതോടൊപ്പം തന്നെ മക്കൾ വിചാരിക്കേണ്ട കാര്യം, നിങ്ങളെയൊക്കെ വളർത്തിയെടുത്തു കഠിനാധ്വാനം ചെയ്തതാണ്. ഓരോ മാതാപിതാക്കന്മാരും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി തീർച്ചയായിട്ടും മരണത്തോടുകൂടി ബന്ധങ്ങൾ അവസാനിക്കുന്നില്ല, സ്നേഹം അവസാനിക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ അച്ചാച്ചൻ ജീവിക്കട്ടെ. അച്ചാച്ചൻ്റെ നിലപാടുകളും ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളുമൊക്കെയും നിങ്ങളിലൂടെ ഈ അടവുജനവും ഈ ദേശവും ഒക്കെ അറിയാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വലിയ കാര്യങ്ങളല്ലല്ലോ എന്ന്, പ്രത്യേകിച്ച് തുറ മലബാർ സഭയുടെ ആരാധനക്രമ വർഷത്തിൻ്റെ അവസാനത്തെ കാലമായ പള്ളിപ്രദാശ കാലത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ചയാണ്. ഇന്ന് നമ്മളെല്ലാവരും ക്രിസ്തുരാജന് തിരുനാൾ ആഘോഷിക്കുകയുണ്ടായി. ക്രിസ്തുരാജൻ വലിയ മനുഷ്യൻ, ചെറിയവനായൊരു തിരുനാളാണെന്ന് ഞാൻ പറയും. ഈശോ പുരോഹിതനായിരുന്നു, പ്രവാചകനായിരുന്നു, രാജാവായിരുന്നു. ആ രാജാവ് എന്ന് പറയുമ്പോൾ നല്ല ഇടയനായി ആടുകളെ പേര് ചൊല്ലി വിളിച്ച് ഓരോരുത്തരെയും ആവശ്യങ്ങളറിഞ്ഞ് അപ്പം കൊടുത്തും രോഗശാന്തി കൊടുത്തും പിശാചുക്കളെ ബഹിഷ്കരിച്ചിട്ട് സഞ്ചരിച്ച ആ മനുഷ്യൻ്റെ അടുത്തേക്ക് നമുക്ക് ഭയം കൂടാതെ കടന്നു ചെല്ലാൻ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ പക്കലേക്ക് വരിക. തീർച്ചയായിട്ടും പ്രിയമക്കളെ, അച്ചാച്ചൻ നിങ്ങൾക്കൊരു വലിയ അത്താണിയായിരുന്നു. അച്ചാച്ചൻ്റെ വേർപാടിൻ്റെ ദുഃഖമുണ്ട്. എങ്കിലും തീർച്ചയായിട്ടും അച്ചാച്ചൻ്റെ സ്നേഹം തീരുന്നില്ല. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും യാത്രകളിലൊക്കെയും അച്ചാച്ചൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുക. നമ്മളൊക്കെ വളരെ ചെറിയവരാണ്. ഈ ചെറിയവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ജീവിക്കുക. അപ്പോഴാണ് നമ്മൾ വലിയവരാകുന്നത്. ഈശോ പറഞ്ഞു, ഒന്നാമനായ ഈശോ ഞാൻ എല്ലാവരുടെയും ദാസനാണ്,
ശുശ്രൂഷകനാണ്. അതുകൊണ്ട് നമ്മളൊക്കെയും ഈ ലോകത്തിൽ നിന്ന് വേർപിരിയണം. ഞാൻ പറയും, ഓരോ ദിവസവും അവസാന ദിവസമാണ് ഓരോ കുർബാനയും അവസാനത്തെ കുർബാനയാണ്. തിരുവത്താഴത്തിലാണ് നമ്മൾ പങ്കുകൊള്ളുക. അതുകൊണ്ട് നമ്മളിവിടെ നിന്ന് എല്ലാവരും ആയിരിക്കുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എത്ര പേര് ജീവനോടെ കാണും നമുക്കറിയാനൊക്കെയല്ല. അതുകൊണ്ട് നമുക്കെപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കാം. ഈശോമിശിഹ രണ്ടാമത് വരും. അവന് ഇപ്പോഴുണ്ട്, ലോകാവസാനത്തിലും വരും അവനെ സ്വീകരിക്കുക. നമ്മൾ കയ്യിൽ വിളക്ക് തെളിച്ചും അരമുറുക്കിയും അവനെ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറായാൽ അവൻ അരമുറുക്കി നമ്മെ അവൻ്റെ ഭവനത്തിൽ വിരുന്നിലിട്ടും. നമ്മൾ പ്രത്യേകിച്ച് കാലത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പിതാവേ നിന്റെ മോദത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. അതിനാൽ നമുക്ക് അച്ചാച്ചൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതോടൊപ്പം ജീവിതകാലത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും അവന് 99% നന്മകളേ ഉള്ളൂ. പിന്നെ സാഹചര്യത്താലും ബലഹീനതയാലും ഒക്കെയും കൊച്ചു തെറ്റുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ആ കുറവുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഈ സഹോദരനെ, ഈ അപ്പാപ്പനെ ദൈവം അവിടുത്തെ ഭവനത്തിൽ സ്വീകരിക്കുവാൻ തക്കവണ്ണം ജീവിച്ചിരിക്കുന്നവരായ മക്കളും മരുമക്കളും കൊച്ചുമക്കളും നമുക്കൊക്കെയും പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന വഴിയായി, കൊച്ചു കൊച്ചു പരിഹാര പ്രവൃത്തികൾ വഴിയായി, സർവോപരി നമ്മുടെ ഒരു സംശുദ്ധമായ ജീവിതം വഴിയായിട്ട് ഈ പാപ്പൻ സ്വർഗത്തിലെത്താനായിട്ട് നമുക്ക് നമ്മുടെ അവസാന ശ്വാസം വരെയും പരിശ്രമിക്കാം. ഒരിക്കൽ കൂടി ഈ പാപ്പൻ്റെ ദൈവദൈവത്തിൻ്റെ പ്രാർത്ഥനയായ നിശ്ചയിക്കും മക്കൾക്കും മക്കളും കൊച്ചുമക്കൾക്കും ഈ ദേശവാസികൾക്കൊക്കെയും ഞാൻ വിശ്വാസം അറിയിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥനാപൂർവ്വം നല്ലൊരു യാത്രയപ്പ് കൊടുക്കാം. ഈ യാത്രയപ്പിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് യാത്രയാകുകയും ചെയ്യാം. നമുക്കെല്ലാവർക്കും മനസ്സാപത്തോടും ഭക്തോടും കൂടെ ഒന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹത്താൽ ഞങ്ങളെ ശ്രദ്ധിക്കുകയും അതിലുമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത വിഷയമായി നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധ സങ്കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി വിദുസത്തിന്റെ നിന്റെ മൗത്വത്തിന്റെ പ്രവ്യാധി ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശമാക്കുകയും ചെയ്യണം നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെതിരെ ആസ്വദിക്കുവാൻ വേണ്ടി രാത്രിന്റെ മണ്ണത്തിൽ സ്വയം കണ്ണത്തിന്റെ മിശിഹായി കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആസ്വദിക്കുകയും ചെയ്യണം നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായി നിന്റെ ദാസന്റെ പാവങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബങ്ങളെയും ചാർച്ചക്കാരെയും ആസ്വദിപ്പിക്കുകയും ചെയ്യണം നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ആധിക്യം ഞങ്ങളുടെ പാപങ്ങൾ നാശിക്കുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുത്തിരഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരണം കൂടെ തോറും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അൽസര കൂടാതെ. എന്തിനു കരയുന്നു വ്യാകുലമാനസനായി എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങിമറിൻ ഇളകും കടൽ പോലെ. ജീവിത
പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ അത് മലർത്തുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി നിന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തനായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിക്കുമാറാകട്ടെ. ഭഗവാന്റെ ഈ ഭൂമിയിലെ സ്വന്തമായ ഈ വീടിനോട് മക്കളോടും ഭാര്യയോടുമൊക്കെയും യാത്രയോടിച്ച് പള്ളിയിലേക്ക് യാത്രയാകുകയാണ്. പള്ളിയാണ് കാലാകാലങ്ങളിൽ വന്ന ബഹുമാനപ്പെട്ട വൈദികര് യബാബനെ ആത്മാർത്ഥമായിട്ട് ആത്മീയമായിട്ട് വളർത്തിയെടുത്ത പള്ളിയോടും പട്ടക്കാരോടും യാത്ര ചോദിച്ച് ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയിൽ കല്ലറയിൽ വിശ്രമിക്കാനായിട്ട് യാത്രയാകുന്നു. നമുക്ക് ഈ യാത്രയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥനാപൂർവ്വം സഹകരിക്കാം. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. ആകെയൽപ്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്ക് സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്ക് സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം.
കാളടുപ്പം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. ഭാരങ്ങൾ കൂടുന്നതിനായി ഒന്നും വേണ്ട യാത്രയിൽ. ഭാരങ്ങൾ കൂടുന്നതിനായി ഒന്നും വേണ്ട യാത്രയിൽ. അല്പമപ്പം വിശപ്പിന്നോ സ്വൽപ്പവെള്ളം ദാഹിക്കിൽ. അല്പമപ്പം വിശപ്പിന്നോ സ്വൽപ്പം വെള്ളം ദാഹിക്കിൽ. സ്ഥലം മഹാവിശേഷം ഫലമേത്ര മധുരം. സ്ഥലം മഹാവിശേഷം ഫലമേത്ര മധുരം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ലായൻ. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയും ഈശോ ഹൃദയാമകിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളിയിടാൻ. ഹൃദയാൽ തന്നെ ഹൃദയുടെ കൈപ്പെല്ലാം നിന്നെ
ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി ഉലങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ വിടരും, മൃതരുടെ എഴുന്നേൽക്കും. അവരുടെ നാമം ധന്യമാകുന്നു. പ്രതിയെ പുറവോ ആദരയിക്കുന്നു. ദുഷ്ടനുമിടയിൽ ശിഷ്ടനും ഒരുപോലെ. ഞാൻ ദൈവത്തിലാന്തിക്കും അഭയം കുരിശിൽ കണ്ടവൻ അവസാനം. വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. നീ എന്നെ സൃഷ്ടിച്ചേട്ടനിൽ കൈവച്ചു. ഭൂമിയിൽ നിന്നും ജന്മമെനിക്ക് നിന്നെ നമിക്കാൻ നൽകണമുദ്ധാനം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നള്ളും. മൃതരെ വിളിക്കും, ജീവൻ അവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു. കലപ്രഭയിൽ കബറിടമൊഴിഞ്ഞും. അതിലുള്ളവരോ നാഥനുകൾ പാടും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവം സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. സത്യവിശ്വാസത്തോടെ ഈ ലോകം വിട്ടു പോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സത്യസത്യമായ ദൈവത്തെ പ്രസാദിപ്പിച്ച ഈ ആളെ ദൈവം നീതിയാത്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. മറ്റൊരു ഉയർത്തുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്നെ അനുഗ്രഹത്താലും തന്റെ മാതാവായ പുസ്തകന്യാമൃത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹായോടുകൂടെ ഇയാളെ തന്റെ വർത്തഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ആളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യം കുറഞ്ഞവരെ സന്ദർശിക്കുകയും കാരുണ്യം കുറഞ്ഞവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ചു കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടാണ് നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാരത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ അർത്ഥപ്പെടുത്തുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദിസ വഴി എന്നെ വിശദീകരിക്കുകയും വിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കുദാശകൾ എന്റെ ആത്മാവിൽ പ്രവർത്തനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയമായ പുരോഹിതരെ, ദൈവജനങ്ങളാൽ എന്റെ ആത്മാവിനെ പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങൾ നടന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്ന് നിങ്ങളോട് ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ ഞാൻ ഒരുമിക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരനെ നമ്മെ സൃഷ്ടിക്കുകയും മരണവിധിയാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതവിലയിൽ ഓർത്തോർത്തിനെയും നൈരാശ്യമോടെ വിലപിക്കരുതേ. വാഗ്ദാനങ്ങൾ തിങ്ങിമുഴങ്ങും കാഹളനാദം ആകാശത്തിൻ ശ്രീവരമെല്ലാം മുഖരിതമാക്കും.
മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണഭേദനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും വിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും വിരാമത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സ്വഭാവം കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, നിർമ്മലിനേക്കാൾ എണ്ണയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള സുഖം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നുള്ള ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം നിന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഭൂതാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തേക്ക് നിന്നെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രവർത്തിക്കും മഹിമയോടന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ നല്ല നൽകണമേ മൃതനായുസ്സും പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാപുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ. കുത്താനും നീയേകുന്നു നാഥ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. എനിക്ക് പുറത്തു കൊടുത്തോളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ നിമിത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാതാകമാരുടെ അസുരത്തിൽ നിന്നെ സ്തുതിക്കുവാനവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. മരിച്ചവരെ ഓർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കരയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമോട് കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം.
നേടുക നാഥനിൽ നിന്നത് കേൾക്കും മനുജന് ഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നദ്ധിയിൽ ഞാൻ നന്മകൾ പ്രവർത്തിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ചു കർത്താവേ, ആ ശബ്ദമകനീയമായ നീതിവിതര ദിവസത്തിൽ നിന്റെ ദാസൻ ശാഖോപ്പാപ്പനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാനിധിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും ഭരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, മരിച്ചവനെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ പൂർവ്വം പരിപാലിക്കണമേ. ധാനം പ്രദോഷിന് മരണമടഞ്ഞവരെ മഹനയോടെ ഉയർത്തിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും അഗ്നിയുമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓസ്ലത്തേക്ക് ഈ സഹോദരനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിന്ന് വേർപെട്ടു പോയ മിശിഹായുടെയും ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഈ ആളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യ നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ.
പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയ